നമുക്ക് ഡിസ്കസ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബികോം അല്ലെങ്കിൽ BBAയുടെ ഇൻകം ടാക്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെമോ സെഷനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ക്ലാസിന്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷാദ് എന്നാണ്. CM ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, MCOM കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യനാലി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് പൂക്കുളത്തൂർ കൊമേഴ്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഫർ എഡ്യൂക്കേഷനിൽ പേപ്പർ 1ന്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 2017 മുതൽ ടാക്സേഷൻ പേപ്പറുകൾ CMA CA പോലത്തെ അതുപോലെ BCom ഇവരുടെയൊക്കെ ടാക്സേഷൻ പേപ്പറും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ സെഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് BComനും BBAക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്നാൽ BComന് പഠിക്കാനുള്ളതിനേക്കാളും കുറച്ച് ഒരു 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ എക്സ്ട്രാ വരുന്ന ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, BBAക്ക് പഠിക്കാനുണ്ട്. ഇത് BComമാർ 6th സെമസ്റ്ററിൽ ആദ്യത്തെ മൊഡ്യൂളായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നവംബർ എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള റെക്കോർഡിങ്ങും ക്ലാസ്സുമാണ്. അടുത്ത നവംബർ ആണ് അടുത്ത എക്സാം ഉണ്ടാവുക. പക്ഷെ അവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ക്ലാസ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 7:45 വരെയുള്ള സമയത്താണ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ തരുന്ന കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ക്ലാസ് തരും എന്ന് പറഞ്ഞതിന് പുറമെ ചെയ്യുന്നത് റിവിഷൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമുള്ള ഇതാണ്. വേറെ ആർക്കും നമ്മൾ ഇനി ഞാൻ കൊടുക്കുന്നില്ല. ഈ സബ്ജക്റ്റിൽ കോസ്റ്റിങ്ങിന് റിവിഷൻ കൊടുത്ത പോലെ കൊടുക്കുന്നില്ല. ആകെ ഡീറ്റെയിൽഡ് ക്ലാസ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി അങ്ങനെ ഒരു സംഭവമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, പ്രത്യേകിച്ച് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് റിവിഷനിൽ സബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. എന്നിട്ട് 10 മണിക്കൂറിന്റെ റിവിഷൻ സെഷനിലൂടെ സബ്ജക്റ്റ് മുഴുവൻ 70-80 മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. റിവിഷൻ ഒരു തവണ പഠിച്ചവന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ നമ്മുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യം ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച ഒരാൾക്ക് റിവിഷൻ കൊടുക്കുക എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ലക്ഷ്യം വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് റിവിഷൻ കൊടുക്കും. അത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മനസ്സിലാക്കി ഫ്രീ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ട്. അല്ലാതെ റിവിഷൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മൾ ഇനി ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ടെസ്റ്റ് പേപ്പർ ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈവിലേക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ആളുകളുടെ എണ്ണത്തെ കൂട്ടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ക്ലാസ് എക്സാമിന്റെ ഒരു 15 മുതൽ 20 ദിവസം മുൻപായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം 3 ടെസ്റ്റ് പേപ്പറുകൾ 70% ലൈവ് അറ്റൻഡൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് ഒരു ബോണസ് പോയിന്റ് ആയിട്ട് എടുക്കാനുള്ളതാണ്. നമ്മളിപ്പം ഫയൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി നമുക്ക് ഇതിനെ പറ്റിയുള്ള നോളേജ് വന്നു. പക്ഷെ നമ്മൾ ഒരു ഒറിജിനൽ വർക്ക് ചെയ്ത് പരിചയം നമുക്കില്ല. അപ്പൊ ആ ഒറിജിനലി നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ഞാനൊരു 7-8 വർഷമായിട്ട് ഈ റിട്ടേൺ ഫയലിങ്ങിന്റെ മേഖലയിലുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലയൻസിന്റെ അവരുടെ സമ്മതത്തോടു കൂടെയുള്ള ഒരു 2 ഫയലെങ്കിലും നമ്മൾ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുന്നത് കൃത്യമായി നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ബുക്കിന്റെ കാര്യം പറഞ്ഞു. അത് എന്താണ്, ഫാസ്റ്റ് ട്രാക്ക് ചാർട്ട് ബുക്ക്. അത് ഞാൻ കാണിച്ചുതരാം എന്താണ് എന്നുള്ളത്. അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നോട്ടുകളെ വളരെ ഗ്രാഫിന്റെ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, ഇത് പ്രിപ്പറേഷനിലാണ്, ഫുൾ ആയിട്ടില്ല,
ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെതാണ്. അതിങ്ങനെ വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ നല്ല ഗ്രാഫിന്റെ സഹായത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ളായിട്ടില്ല കേട്ടോ, ഒരു മൊഡ്യൂൾ കഴിഞ്ഞു, രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇതുപോലൊരു ബുക്കും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഏതിന് പുറമേണത് ഓൾറെഡി നമ്മൾ ഫിലിപ്പ് സാറിന്റെ ബുക്ക് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളെ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഗ്രാഫിന്റെ സഹായത്തോടു കൂടി, എന്നാൽ ഈസി ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ബുക്ക് നമ്മൾ മാക്സിമം കഴിയുന്നത്ര, നമ്മുടെ ഭാവനകൾ അത്രയും വളരണം, എന്നാലേ അത്രയ്ക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ കൂടെ സപ്പോർട്ട് അതിൽ നിർബന്ധമാണ്. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഇനി ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ പതിയെ പറയുന്നത്, രാവിലെയാണ് ഇതിന്റെ റെക്കോർഡിങ്. അതിൽ എന്നോട് പല ആളുകൾക്കും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു റെക്കോർഡിങ്ങും കൂടെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഇൻകം ടാക്സ് എന്ന ഒരു സബ്ജക്റ്റാണ്. സബ്ജക്റ്റിന്റെ പേര് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഇൻകം ടാക്സ്. ഈ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാക്സ് എന്താണ് എന്നുള്ളതാണ്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെന്റ് ലെവി ചെയ്യുന്ന, ഗവൺമെന്റ് ചുമത്തുന്ന ചാർജിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ മേലിൽ ഗവൺമെന്റ് ചുമത്തുന്ന ചാർജിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്തൊരു സംശയമുണ്ട്, എന്താണ് ഇൻകം എന്നുള്ളത്. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തും ഇൻകമാണ്. പക്ഷെ ഈ നൂറോ ആയിരക്കണക്കിന് ഇൻകംസ് നമുക്ക് ചിലപ്പം പറയാൻ പറ്റും. അതിലുള്ള ഇൻകത്തിനൊക്കെ ഗവൺമെന്റ് ഈ ITR ഫയലിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടി 5 ഹെഡിങ്സിന്റെ അണ്ടറിലാണ് ഇതിനെ ഇട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറി ആണ്. ഒന്നാമത്തെ ഏതാണ്? ഇൻകം ഫ്രം സാലറി. രണ്ടാമത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. മൂന്നാമത്തത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. നാലാമത്തത് എന്താണ്? നാലാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അഞ്ചാമത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഒരാൾക്ക് സാലറി, ബോണസ്, പെർക്യൂസിറ്റ്, HR, ഇങ്ങനെ പല രീതി പല പേര്, ലീവ്, ട്രാവൽ അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ജിമ്മിൽ പോവാനുള്ള അലവൻസ്, ഇങ്ങനെ പലതും കിട്ടും, മെഡിക്കൽ അലവൻസ്. എന്തൊക്കെ ഒരു എംപ്ലോയറെ കയ്യിൽ നിന്ന്, ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഒരു എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ സാലറി എന്ന ഹെഡിലാണ് ചെയ്യുക. ഇനി ഒരാൾ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ വാടക കൊടുത്തിട്ട് റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ചെയ്യുക. ഒരാൾ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ ചെയ്തിട്ട് പ്രോഫിറ്റോ ഗെയിനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് PGBP എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് ചെയ്യുക. ഒരാൾ വീട് വിറ്റു, ഭൂമി വിറ്റു, അല്ലെങ്കിൽ ബിൽഡിംഗ് വിറ്റു, അല്ലെങ്കിൽ ഷെയർ വിറ്റു, ഡിബഞ്ചർ വിറ്റു, എന്തൊക്കെ വിറ്റിട്ട് ഇത്തരം ക്യാപിറ്റൽ അസറ്റുകൾ വിറ്റിട്ട് അയാൾ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇപ്പൊ പറഞ്ഞ 4 പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെസിജ്വറി ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിന്റെ പേരാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 4 പറഞ്ഞിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇത് എനിക്ക് ലൈവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ജീവനില്ല റെക്കോർഡിങ്സിൽ. അതുകൊണ്ടാണ് നമ്മൾ ലൈവിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ എനർജി ലെവൽ വളരെ കുറവാണോ എന്ന് എനിക്ക് നല്ലപോലെ സംശയം. കാരണം നമ്മുടെ മറ്റു ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഒച്ചപ്പാടും ബഹളത്തോടു കൂടെ ചെയ്യുന്ന ഒരു സംവിധാനം കൂടെയാണ്. അപ്പൊ ഒച്ചപ്പാട് ബഹളം എന്ന് പറഞ്ഞാൽ വെറുതെ ഇന്ന് കൂക്കി അരിപ്പാക്കുന്നതല്ല കേട്ടോ. അതായത് കുറച്ച് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മള് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, റെക്കോർഡിങ് കേൾക്കുന്ന ആളുകൾക്കും ഒരു താല്പര്യം കൂടുതൽ ഉണ്ടാവാൻ നല്ലത് ലൈവില് വരിക എന്നുള്ളതാണ്. റെക്കോർഡിങ്സ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇത് റിവൈസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് നിങ്ങൾ കാണാട്ടോ.
ഓക്കെ. അപ്പോ ഇനി നമ്മൾ നോക്കുന്ന കാര്യം എന്താണ്? ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ കൺസെപ്റ്റ്? അതായത് 2024-25 ഫിനാൻഷ്യൽ ഇയറില് നമ്മൾ എന്ത് ഏൺ ചെയ്തു? ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. ഈ ഇൻകത്തിന് നമ്മൾ എപ്പോഴാണ് ടാക്സ് കൊടുക്കുക? ടാക്സിന്റെ പേയ്മെന്റ്, ടാക്സിന്റെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ടാക്സിന്റെ അസസ്മെന്റ് ഇത് എപ്പോഴാണ് നടത്തുക? 24-25 തന്നെ നടത്താൻ കഴിയുമോ? 24-25 തന്നെ നടത്താൻ പറ്റും? 24-25 എന്ന് പറഞ്ഞാൽ ഏതാ? 1/4/2024 2024 ടു 31st March 2025 ഈ ദിവസത്തില്, ഈ ഒരു കാലയളവില് നിങ്ങൾക്ക് അപ്പൊ തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് എത്ര മനസ്സിലാക്കി ടാക്സ് കൊടുക്കാൻ കഴിയുമോ? സാലറിക്കാർക്കൊക്കെ ചിലപ്പോൾ കഴിയുമായിരിക്കും. പക്ഷെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, റിലയൻസ് പോലെ, ടാറ്റ പോലത്തെ ഒരു ബിസിനസ്, ഈ ബിസിനസ് 1/4/2024 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് എന്തായിരിക്കും, അന്ന് രാത്രി 12 മണിക്ക് തുടങ്ങിയിട്ട് 365 ദിവസം 24 മണിക്കൂറും റൺ ചെയ്യുന്ന ഒരു സ്ഥാപനം ഏപ്രിൽ 1 രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം രാത്രി 11:59 വരെയുള്ള മുഴുവൻ ഇൻകം പ്രോഫിറ്റും ഈ 11:59 സെയിൽ എടുക്കുമോ? സെയിലും എടുക്കടോ. നിങ്ങള് അവരുടെ സൈറ്റിൽ കയറിയിട്ട് സാധനം പർച്ചേസ് ചെയ്താൽ പോലും ഒരു സെയിലാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ഡീലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? രാത്രി 12 ശേഷം അങ്ങനെ കണ്ടില്ല. അപ്പൊ ഇത്രയും കാലത്തെ പ്രോഫിറ്റ് നമുക്ക് അന്ന് തന്നെ സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല. എന്ന് മാത്രമല്ല, കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ എന്ത് ചെയ്യണം, ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 2024-25 ഫിനാൻഷ്യൽ ഇയറിലുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കാനും അതിന്റെ കാൽക്കുലേഷൻ നടത്താനും അതിന്റെ അസസ്മെന്റ് നടത്താനും അടുത്ത വർഷമായിട്ടുള്ള 25-26 കഴിയുള്ളൂ. ഓക്കെ, 25-26 എന്ത് ചെയ്യുള്ളൂടാ? കഴിയുള്ളൂ. 25-26 കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ 2024-25 എന്ന ഇൻകം ഏൺ ചെയ്ത വർഷം, ഫിനാൻഷ്യൽ ഇയറിനെ നമ്മൾ, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഇൻകം ടാക്സിന് ഒരു പേരുണ്ട്. അതുപോലെ തന്നെ ടാക്സ് അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു വർഷം, അടുത്ത വർഷത്തിന് മറ്റൊരു പേരുണ്ട്. എന്താ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിന് അസസ്മെന്റ് ഇയർ എന്നാണ് പേര്. എന്താ പേര്? അസസ്മെന്റ് ഇയർ. ഓക്കെ. അപ്പം അസസ്മെന്റ് ഇയറിന്റെ നേരെ മുൻപുള്ള വർഷമാണല്ലോ ഇൻകം ഏൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ അസസ്മെന്റ് ഇയറിന്റെ നേരെ മുൻപുള്ള വർഷമായതുകൊണ്ട് തന്നെ ഇതിനെ പ്രീവിയസ് ഇയർ എന്നും വിളിക്കും. സിംപ്ലി നമ്മൾ എന്ത് മനസ്സിലാക്കാം? അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ദ ഇയർ ഇൻ വിച്ച് ആൻ അസസി ഏൺഡ് ഇൻകം, അസസി ഇൻകം ഏൺ ചെയ്ത വർഷത്തിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയാ. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാലോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷത്തിനാണ് നമ്മൾ എന്ത് പറയാ? അസസ്മെന്റ് ഇയർ എന്നും പറയും. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കുന്ന വർഷമാണോ? അല്ല. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇൻകം കിട്ടുന്ന വർഷം. ഇൻകം കിട്ടുന്ന വർഷം തന്നെ നമുക്ക് ടാക്സ് കൊടുക്കാൻ കഴിയൂല. അപ്പൊ അടുത്ത വർഷമാണ് അസസ്മെന്റ് ചെയ്യുക. അപ്പൊ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്തു, അസസ്മെന്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു? ടാക്സ് കൊടുത്തു. പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്തു, അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുത്തു. ഇത് നല്ലപോലെ ശ്രദ്ധിക്കാം. അപ്പൊ ഒരാൾ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്താൽ ഏത് വർഷം ടാക്സ് കൊടുക്കുക? പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്യും, അടുത്ത വർഷമായിട്ടുള്ള അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കും. ഇതാണ് രീതി. ഇനി ഈ വർഷം അയാൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഇന്ത്യയിൽ എത്ര വർഷം ഉണ്ടായി, എത്ര ദിവസം ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് അയാള് ഇന്ത്യയിൽ ടാക്സ് ഏതൊക്കെ ഇൻകത്തിന് എപ്പോഴൊക്കെ ടാക്സ് കൊടുക്കണം എന്നെന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്.
പ്രീവിയസ് ഇയറിൽ അയാൾ എത്ര വർഷം അതായത് ഇൻകം ഏൺ ചെയ്ത വർഷം എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രീവിയസ് ഇയർ മാത്രമായിരിക്കൂല ഘടകം, മറ്റു ഘടകങ്ങളും. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓരോ വ്യക്തികൾക്കും വെവ്വേറെ രീതിയിലാണ്. നമ്മളിപ്പം ഒരു നാച്ചുറൽ പേഴ്സൺ ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. അതുപോലെ കമ്പനികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആ, ഇൻഡിവിജ്വലിൻ്റെതാണ്. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാള് ഒന്നെങ്കിൽ അയാൾ റെസിഡന്റ് ആവും, ഒന്നെങ്കിൽ അയാൾ എന്താവും, റെസിഡന്റ് ആവും, അല്ലെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആവും. ഓക്കെ, നോൺ റെസിഡന്റ് ആവും. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആവുക, ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആവുക, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് രണ്ട് കണ്ടീഷൻസ് പറയാനുണ്ട്. ഒന്നാമത്തെ കണ്ടീഷനെ B1 എന്ന് വിളിക്കും, രണ്ടാമത്തെ കണ്ടീഷനെ B2 എന്ന് വിളിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓറാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് ആ കണ്ടീഷൻ അയാൾ ഓക്കെ ആണെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. അപ്പൊ നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, B1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, B2 സാറ്റിസ്ഫൈ ചെയ്തില്ല. അതായത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പോലും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ എന്താണ്, നോൺ റെസിഡന്റ് ആണ്. അപ്പം ഒരാൾ എപ്പോഴാണ് റെസിഡന്റ് ആവുക, ഒരാൾ റെസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അയാൾ റെസിഡന്റ് ആവുന്നത്, നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഓറ് നല്ല പോലെ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആണ്. അപ്പൊ ഒരാൾ എപ്പോഴാണ് നോൺ റെസിഡന്റ് ആവുക, നോൺ റെസിഡന്റ് ആണെങ്കിൽ അയാൾ B1 സാറ്റിസ്ഫൈ ചെയ്തില്ല, നമ്മൾ B2 നോക്കിയപ്പോ അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി അറിയേണ്ടത്, നമ്മൾ B1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ B2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് B1 എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുമില്ല, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ ഇൻകം ഏൺ ചെയ്യുന്ന വർഷം, അതായത് പ്രീവിയസ് ഇയർ ഏതാ, നമുക്കിപ്പോ 2024-25. ഈ 2024-25 അതായത് പ്രീവിയസ് ഇയറില്, കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞ ഇൻകം ഏൺ ചെയ്ത വർഷത്തില് അയാള് 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. ദിവസം എണ്ണി നോക്കുക. അയാൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആളാണെങ്കിൽ ദിവസം എണ്ണി നോക്കുക. അയാൾ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടോ, എന്നാൽ അയാൾ റെസിഡന്റ് ആണ്. ഓക്കെ, എന്നാൽ അയാൾ എന്താണ്, റെസിഡന്റ് ആണ്. ഇനി നേരെ മറിച്ച് അയാൾ എന്ത് ചെയ്തിട്ടില്ല, 182 ദിവസം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. അതെന്താന്ന് അറിയും, ഇതേ പ്രീവിയസ് ഇയർ എടുക്കുക, അതിൽ 60 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. ഓക്കെ, അത് മാത്രം നോക്കിയാൽ പോരാ, ആൻഡ് അതിന്റെ കൂടെ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ നോക്കണ്ടേ, ആൻഡ് ശ്രദ്ധിക്കണേ, അതിന്റെ കൂടെ നോക്കേണ്ടത് 4 വർഷം എടുക്കുക. ഏതിന്റെ, പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ്. അതായത് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 4 വർഷം എടുക്കുക. അതിൽ മൊത്തം അയാൾ ഇന്ത്യയിലുള്ളത് 365 ദിവസമാണോ അതിൽ കൂടുതലാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ B2 നമ്മൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഈ രണ്ട് കണ്ടീഷനും അയാൾ ഓക്കെ ആണെങ്കിൽ അയാൾ എന്തായി മാറി, റെസിഡന്റ് ആയി മാറി. ഒന്നും കൂടെ B2 കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. B2 ഒന്നും കൂടെ പറയാം. എന്താ B2 പറഞ്ഞത്, B2 പറഞ്ഞിട്ടുള്ളത് എന്താടാ, B2 അയാൾ ആദ്യം പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 24-25 എടുക്കുക. 24-25 അതില് 60 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതിയോ. ആൻഡ് അതിനു പുറമെ 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. ഏതാ ഈ 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ്, 2023, 24, 2022, 23, 2021, 2020, 21,
ഈ 4 പ്രീവിയസ് ഇയേഴ്സും കൊടുത്തിട്ട് ടോട്ടൽ നോക്കുമ്പോൾ 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിലുണ്ടോ നോക്കും. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഇൻകം ഏൺ ചെയ്ത വർഷത്തിൽ 182 ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻക്ക് വന്നത്. അപ്പൊ 182 ഇല്ലെങ്കിൽ പിന്നെ എത്ര ദിവസമാണ് നോക്കേണ്ടത്? 60 ദിവസം നോക്കുക ആ പ്രീവിയസ് ഇയറിൽ. അത് മാത്രം നോക്കി നിർത്താൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ മുൻപുള്ള 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുക. അതിൽ ടോട്ടൽ വരുമ്പോൾ 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. അപ്പൊ B1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ B2 നോക്കുക. അവരും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോൺ റെസിഡന്റ് ആവും. അപ്പൊ ഇതൊരു ഗ്രാഫിന്റെ സഹായത്തോടു കൂടി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു വ്യക്തി A1 സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കരുതുക. A1 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഡയറക്റ്റ്ലി റെസിഡന്റ് ആയി. ഇനി ആ വ്യക്തി A1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തത് നോക്കും. എന്ത്? A2 സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നോക്കും. A2 സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ നേരത്തെ പറഞ്ഞ റെസിഡന്റ് വീണ്ടും ആയി. കാരണം A1 വേണമെന്നില്ല, A2 മതി. A1 ഇല്ലാത്ത ആളെയാണ് നമ്മൾ A2 നോക്കുന്നത്. A2 നോക്കി, ഇവിടെ നോ ആണ്, ഈ ഏരിയയിൽ നോ ആണ്, പക്ഷെ ഈ ഏരിയക്ക് വന്നപ്പോൾ എസ് ആയി, അതുകൊണ്ട് അയാൾ റെസിഡന്റ് ആയി. ഇനി ഒന്നാമത്തെ കേസിലോ ഫസ്റ്റ് റെസിഡന്റ് ആയി, പിന്നെ ഇനി നോക്കേണ്ടതില്ല. അപ്പൊ ഇനി അടുത്തത് ഇതും നോ ആണെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി A1 നോ ആയി, A2 നോ ആയി, അയാൾ നോൺ റെസിഡന്റ് ആണ്. A2 അല്ല, B1 ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. A1 B1 എഴുതാനുള്ള കാരണം ഞാൻ പിന്നെ പറയാം. ഇപ്പം A1 B1 അതുപോലെ തന്നെ B2 എന്ന് മനസ്സിലാക്കി. അപ്പൊ B1 B2 ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ A1 എന്നാണോ പറഞ്ഞത് എനിക്കറിയില്ല, ഏതായാലും ശ്രദ്ധിക്കാം. ഈ B1 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. B1 ആൻഡ് B2 ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ ഇപ്പൊ എപ്പോ പറഞ്ഞു എന്നൊന്നും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആരെങ്കിലും സാറേ A1 അല്ല B1 അല്ലേ എന്ന് ചോദിക്കും. ഞാൻ എഴുതുന്ന മുഴുവൻ B1 എന്നുമാണ്, പക്ഷെ പറയുന്ന A1 ആയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അതുകൊണ്ട് ആണ് ലൈവിന് ജീവൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് രണ്ടിലും അയാൾ എന്താണ് നോ ആണെങ്കിൽ, ഇപ്പൊ ഈ ഒരു കേസ് എടുക്കുക. ഈ ഒരു കേസിൽ ഇത് A1 നോ ആയി, സോറി B1 നോ ആയി, B2 നോ ആയി. അങ്ങനെ രണ്ടും നോ ആണെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആയി മാറി. ഇതാണ് നമുക്ക് ബദല് പഠിക്കാനുള്ളത്. ഇതുപോലെയുള്ള ഒരുപാട് കൺസെപ്റ്റും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമ്മൾ വ്യത്യസ്ത ഇതേ കണ്ടന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇതേ കണ്ടന്റ് നമ്മൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റു പിന്നെ ചാർട്ട് ബുക്കുകൾ എടുത്തിട്ട് അതിലൂടെ നോക്കും. എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അത്രേ ഉള്ളൂ. തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ.